ആ കുട്ടിയുടെ കൈ കെട്ടിയ ചരട് ഒരു താൽക്കാലിക പരിഹാരം മാത്രമേ ആവുന്നുള്ളൂ. പക്ഷെ ആ കുട്ടിയുടെ മേൽ ശാപം വീണിരിക്കണു. അതൊഴിവാക്കാനുള്ള മാർഗം കൂടി പറഞ്ഞു തന്നാ. കുടുംബത്തിൽ സർപ്പക്കാവില്ലേ, നാഗങ്ങളെ 100 പാലും കൊടുത്ത് പ്രസാദിപ്പിക്കണം. അകമ്പടിയായി പുള്ളുവൻ പാട്ടും. അടുത്തൊരു നാഗക്ഷേത്രത്തിൽ അത് ചെയ്തിരുന്നു. പോരാ, കുടുംബക്കാവി തന്നെ നടത്തണം. എന്നാലും ചില വിധികൾ നമുക്ക് തടുക്കാനാവും, ചിലതിന് പരിഹാരമില്ലെന്ന് ദൈവം തന്നെ തീരുമാനിക്കുന്നതാ. അത്തരം കാര്യങ്ങൾ ദൈവത്തിന് വിടാൻ. ഇനി എന്ത് ചെയ്യും മാം? ഇത്രയും കാലം നമ്മൾ ശ്രമിച്ചത് ഗാഥാ മാഡത്തെ ഈ ശാപകത വിശ്വസിപ്പിക്കാനാ. അത് വിശ്വസിച്ചു. പക്ഷേ എന്നിട്ടും നവീന്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറാൻ മാഡം ഒരുക്കമല്ലല്ലോ. എനിക്കറിയാം സിനി, അവൾ അങ്ങനെയാണ്. അവളുടെ അച്ഛനും ഞാനും തമ്മിൽ പിരിഞ്ഞിട്ട് അങ്ങനെ കുറിച്ചൊരു വാക്ക് പോലും അവൾ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. അവൾക്കെല്ലാം ഞാൻ മാത്രമായിരുന്നു. എന്ത് തീരുമാനം എടുത്താലും അതവളെ വേദനിപ്പിക്കാത്ത ഒന്നായിരിക്കണം. അവള് ചോദിച്ച സത്യല്ലേ? നവീനെ കാണിച്ചു കൊടുത്തത് ഞാനാണ്, ബന്ധം ഉറപ്പിക്കാൻ പോയതും ഞാനാണ്, എല്ലാം അവളുടെ മനസ്സിലിട്ട് വലുതാക്കി കൊടുത്തതും ഞാനാ. എന്നിട്ട് ഒരു ദിവസം അതിൽ നിന്ന് പിന്മാറണമെന്ന് പറയുമ്പോ അവക്കതെങ്ങനെ പറ്റും? പരിഹാരമില്ലാത്ത കാര്യമായതുകൊണ്ട് പരിഹാരം ഉണ്ടാക്കണം. ഒരു പരിഹാരം എന്റെ മനസ്സിലുണ്ട്. നന്ദ, നീ എവിടെയാ? ഞാനിപ്പോ പൂജാരിയുടെ അടുത്തുനിന്ന് വന്ന് കേറിയതേ ഉള്ളൂ. ദോഷങ്ങളൊക്കെ തീരാൻ കുടുംബക്കാവില് 100 പാല് ഊട്ടണം അത്രേ. മാത്രമല്ല പിന്നെ പുള്ളുവൻ പാട്ടം നടത്തണമെന്നാ അദ്ദേഹം പറയണത്. കളംപാട്ടും മറ്റും കുറച്ചു നാള് മുൻപേ നടത്തിയതല്ലേ എന്നൊരു ചോദ്യം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവും. ആ ചോദ്യം പേടിച്ച് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കും നിനക്കും മാത്രമല്ലേ അറിയാവൂ. ആ, തൽക്കാലം ചോദിക്കുന്നവരോട് ഞാനൊരു മറുപടി പറയാൻ കണ്ടെത്തിയിട്ടുണ്ട്. വിവാഹം അടുത്തു വരുന്നതിനിടയില് ഗാഥമോൾക്ക് സംഭവിച്ച അപകടം ഉണ്ടല്ലോ, അത് തന്നെ കാരണമായിട്ട് പറയാം. മറ്റുള്ളവരുടെ മുന്നിൽ ഐശ്വര്യത്തിന് വേണ്ടി നടത്തുന്ന പൂജ അതവരാഘോഷമായിട്ട് കണ്ടോട്ടെ. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും അതൊരാഘോഷമല്ല. ഈ കുടുംബത്തിന് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. നീ എന്തായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ, എന്നിട്ടെല്ലാം നമുക്ക് തീരുമാനിക്കാം. മനസ്സിനൊരു സമാധാനവും ഇല്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റിത്തരണേ ഭഗവാനെ. അതെന്താ അത്? അമ്മയ്ക്കും ഏട്ടനും മാത്രം അറിയാവുന്ന രഹസ്യം. ഞാനറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഉദയേട്ടനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടില് ഏത് പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോഴും അമ്മയും നന്ദേട്ടനും തമ്മില് രഹസ്യമായി എന്തൊക്കെയോ സംസാരിക്കാറുണ്ട്. അതിപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ലോ. അമ്മയ്ക്ക് മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ ഒരു തീരുമാനം വേണമെങ്കിൽ അളിയന്റെ അഭിപ്രായമാണ്. അളിയന് നേരെ തിരിച്ചു. അതൊന്നുമല്ല, അവര് തമ്മിൽ പറയുന്നത് അതൊന്നുമല്ല. ഈ കുടുംബത്തെ സംബന്ധിക്കുന്ന എന്തോ ഒരു രഹസ്യം. രഹസ്യോ? ആ, നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു കാര്യത്തിന് അമ്മയും നന്ദേട്ടനും ഒക്കെ വല്ലാതങ്ങ് പേടിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. പക്ഷെ അവരുടെ സംസാരത്തിൽ അതുണ്ട്. അവനിപ്പോ എന്ത് ചെയ്യാനാ? അളിയനോടോ അമ്മയോടോ ഇപ്പൊ ചെന്ന് ചോദിക്കാൻ പറ്റുമോ? അസലായി. ആര് പറഞ്ഞു ചോദിക്കണമെന്ന്? ഇനി മുതൽ അവരെ രണ്ടുപേരെയും ഒന്ന് കൃത്യമായി നോക്കിയാൽ മതി. എന്താണെന്ന് നമുക്ക് പിടിക്കാൻ പറ്റും. അമ്മേ,
ഇതെല്ലാം കാണിക്കുന്നത് ഉഗ്രമൂർത്തികളായ 2 നാഗങ്ങളുടെ സൂചനയാണ്. അത് രണ്ടും തറവാടിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നു. അന്ന് മുതലും എനിക്ക് സംശയം തോന്നിയതാ അമ്മേ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നീ എന്താ എന്നോട് ഇതൊന്നും പറയാതിരുന്നേ? അത് പിന്നെ മന്ത്രവാദിയുടെ അടുത്തൊക്കെ പോയിന്ന് പറയുമ്പോ അമ്മ ദേഷ്യപ്പെടുമെന്ന് കരുതി. മോള് പറഞ്ഞ നിലയ്ക്ക് കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണല്ലോ നിർമ്മലേ. അതെ, എന്തൊക്കെയോ കുഴപ്പങ്ങൾ നമ്മുടെ തറവാട്ടിലുണ്ട്. ആർക്കറിയാം, ചിലപ്പോ ആ കുഴപ്പങ്ങളായിരിക്കും നമ്മളെ സഹായിക്കാൻ പോകുന്നത്. മോളെ, വെളിച്ചം കിടക്കാത്ത മുറിയാണെങ്കിൽ പോലും അതിനകത്ത് നിന്റെ അമ്മയുടെ നോട്ടം കിടക്കും. എന്റെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്. ഞാനത് കണ്ടുപിടിക്കൂ ഏട്ടാ. അങ്ങനൊരു രഹസ്യം അമ്മയും ഏട്ടനും കൂടി ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് തിരിച്ചറിഞ്ഞേ പറ്റൂ. അത് തിരിച്ചറിഞ്ഞാ പിന്നെ അമ്മയോ ഏട്ടനോ എന്നോടൊന്നും കൽപ്പിക്കില്ല. പകരം ഞാനായിരിക്കും അവരെ 2 പേരെ അനുസരിപ്പിക്കാൻ പോകുന്നത്. വരട്ടെ.